ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്ലംബിംഗ് ലൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഏകദേശം 15ഓളം വീടുകൾ വരുന്ന ഒരു അപ്പാർട്ട്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരിക്കുന്ന മെയിനായിട്ട് വരിക്കുന്ന വാട്ടർ ടാങ്കാണ് കാണുന്നത്. അതായത് റെഡിമെയ്ഡ് തന്നെ ഓൾറെഡി തന്നെ റെഡിമെയ്ഡ് ബീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിൽ തന്നെയാണ് ഫയർ വരുന്ന ഫയർ ആൻഡ് സേഫ്റ്റി വരുന്ന അതിൻ്റെ വാട്ടറും കൂടി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വലിയ ടാങ്ക് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൈപ്പ് ലൈൻ കൊണ്ടുവരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്ന CPVC പൈപ്പ് 2 ഇഞ്ച് പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും 2 സെക്ഷനിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ മെയിനായിട്ട് വരുന്ന വാൽവിൽ നിന്ന് നേരെ 2 സെക്ഷനിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗേജ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അത് SDR സീരീസിൽ വരുന്ന പൈപ്പ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. SDR സീരീസ് 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. CPVC ഉപയോഗിച്ചിരിക്കുന്നത്. CPVC ആകുമ്പോൾ കൂടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളോളം യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വർഷങ്ങളോളം കിടന്നോളും. ഇനി അത് കൂടാതെ തന്നെ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ ഈ പറയുന്ന ബിൽഡിംഗ് ആയതുകൊണ്ട് എന്തെങ്കിലും മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അതിൻ്റെ മുകളിൽ വീണ് കഴിഞ്ഞാൽ സാധാ PVC ഒക്കെ ഇനി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ CPVC ആവുന്ന സമയത്ത് ലൈഫ് ലോങ് അവിടെ കിടന്നോളും. യാതൊരു വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ അത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി പ്രഷർ ലൈൻ കൊടുക്കണമെങ്കിൽ പോലും പ്രഷർ ലൈൻ നമുക്ക് കൊടുക്കാം. പ്രഷർ ലൈൻ കൊടുക്കാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് ഉറപ്പിച്ച് കൊണ്ടുപോയിരിക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഏറ്റവും ഫ്ലോറിലൂടെ പോകുന്ന പൈപ്പുകളെല്ലാം തന്നെ ഓരോ ഫ്ലോറിലേക്കും പോകുന്ന പൈപ്പുകളെല്ലാം ഭിത്തിയിലൂടെ ആങ്കർ ബോൾട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് സ്റ്റാൻഡിൽ ഉറപ്പിച്ച് യു ബോൾട്ട് കാര്യങ്ങളെല്ലാം ഇട്ട് ടൈറ്റ് ചെയ്ത് ഏകദേശം ഒരു 40 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 40 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് ഓരോ ക്ലാമ്പുകളും കൊടുത്തിരിക്കുന്നത്. ആ ക്ലാമ്പുകളെല്ലാം കൊടുത്ത് ക്ലിയർ ചെയ്ത് മൊത്തം സൈഡിലൂടെയാണ് അടിച്ച് ക്ലിയർ ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ടോപ്പിലെ സ്പേസ് ഒട്ടും കളയാത്ത രീതിയിൽ യാതൊരു തടസ്സവും ആർക്കും ഇല്ലാത്ത രീതിയിലാണ് പൈപ്പ് ലൈൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് ഓരോ റൂമുകളിൽ നിന്നും അതായത് ഓരോ ഫ്ലോറുകളിൽ നിന്നും വരുന്ന എയർ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ബാത്റൂമിൻ്റെ അതായത് മെയിൻ സിസ്റ്റം ഒന്ന് എയർ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്ന എയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് പൈപ്പുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ CPVC പൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. CPVC പൈപ്പ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത്യാവശ്യം കോസ്റ്റ് കൂടുതലാണ്. സാധാരണ അപേക്ഷിച്ച് ഏകദേശം ഒരു 50% കൂടി കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ ലൈഫ് ലോങ് നമുക്ക് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കേണ്ട കാര്യം വരുന്നില്ല. ആ ലെവലിൽ തന്നെ ആ പൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ചൂടുവെള്ളത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുവെള്ളത്തിന് നമ്മൾ CPVC തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പച്ചവെള്ളത്തിനും ചൂടുവെള്ളത്തിനും CPVC തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കംപ്ലൈൻറ്റ്സ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് പോയിരിക്കുന്നതുകൊണ്ട് നമുക്ക് മാക്സിമം സ്പേസ് ഫ്രണ്ടിൽ നമുക്ക് കിട്ടും. അതായത് ഏറ്റവും ടെറസിൽ നമുക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ടാങ്കിൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 സെക്ഷനിലേക്കാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് നേരെ വന്നതിന് ശേഷം ഒരു T ഇട്ട് 2 സെക്ഷനിലേക്കായിട്ടാണ് സെപ്പറേറ്റ് വാൽവുകൾ വെച്ച് ഓരോ സെക്ഷനിലേക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഈ സെക്ഷനിൽ നിന്ന് വരുന്ന വാൽവുകൾ കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നിന്ന് വരുന്നത് 2 പൈപ്പാണ് കണ്ടോ. ഈ രണ്ടിനും സെപ്പറേറ്റ് വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നേരെ ടാങ്കിൽ നിന്നാണ് വരുന്നത്. 2 ഇഞ്ച് പൈപ്പ് നേരെ മുകളിൽ നിന്ന് വരുന്നു. ആ 2 വാൽവ് കൊടുത്തു. 2 വാൽവും ഒരു യൂണിയന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നോക്കാൻ വേണ്ടിയിട്ട് വാൽവിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നേരെ താഴേക്ക് വന്നു. ഈ സെക്ഷനിലേക്ക് ഒരു സെക്ഷൻ പോകും. അതിന് നേരെ അപ്പുറത്തെ സെക്ഷനിലേക്ക് ഒന്നുകൂടി പോകും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുകൂടാതെ ഇനി ഇതുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.